PSC വെരിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുന്ന സ്കാനഡ് ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, നമ്മൾ അത് കൊടുക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അവസ്ഥ നിങ്ങൾക്കും വരാം. എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ ഫിറ്റ്നസ്സിലാണ് എനിക്ക് കറക്ഷൻസ് വന്നത്. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം നമ്മുടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈലിൽ മൈ പ്രൊഫൈൽ എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ പ്രൊഫൈലിൽ ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ക്വാളിഫിക്കേഷൻസ് ആണ് ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ എനിക്ക് വന്ന മിസ്റ്റേക്സ് ആണ്, അത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അക്ഷയ സെൻറ്റർ വഴിയാണ് എൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ്, മാർക്ക്, ഗ്രേഡ്, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് എല്ലാം അവർ തന്നെയായിരുന്നു ചെയ്തത്. അതിൽ പെർസെൻറ്റേജ്, മാർക്ക്, ഗ്രേഡ് ഒന്നും ആവശ്യമില്ല. അതുപോലെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗിൽ മാർച്ച് 12 ആയിരുന്നു കൊടുത്തത്, മാർച്ച് 2012. അത് ഏപ്രിൽ 2012 എന്ന രീതിയിലേക്ക് തിരുത്തി. രണ്ടാമത്തത് എൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് അപ്ലോഡ് ചെയ്ത സമയത്ത് വന്ന മിസ്റ്റേക്കാണ്. നമ്പറും ഡേറ്റും കൊടുത്തിരുന്നത് നമ്പർ 1 എന്നും ഡേറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡേറ്റുമാണ് കൊടുത്തത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ കൊടുക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ OP ചീറ്റിലെ നമ്പറും ഡേറ്റ് നമ്മൾ മെഡിക്കൽ ഫിറ്റ്നസ് എടുത്ത ആ ദിവസത്തെ ഡേറ്റുമാണ്. അതേപോലെ നമ്മൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ പേര് നമ്മൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡോക്യുമെൻറ്റും നിങ്ങൾ ഫോൺ വഴി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാരിറ്റി കുറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്ഷയ സെൻറ്റർ വഴി അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ.